മനസ്സിലാവും. മോഹൻലാലിന്റെ തുടരും OTT-യിലെത്തിയപ്പോൾ അവിടെ കൊടുമ്പിരി കൊണ്ട ചർച്ച തന്നെയാണ്. അതെ, തിയേറ്ററിൽ എങ്ങനെയാണ് സിനിമ എത്തിയത്? ഇൻഡസ്ട്രി ഹിറ്റൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതിന് മുകളിലുള്ള ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുകയാണ് OTT-യിൽ. ഇന്ന് ജനങ്ങൾ അമ്മാതിരി ഒരാവേശത്തിലാണ് ഈ ഒരു സിനിമയുടെ പിന്നാലെ. OTT-യിൽ വന്നപ്പോൾ തിയേറ്ററിൽ പോയി കാണാത്ത ഒരുപാട് പേര് സിനിമ കാണുകയും അവർ പറയുന്ന ഒരു കാര്യവും കൂടെ നമുക്ക് എടുത്തു പറയാം. അതായത് ഏറ്റവും രസകരമായിട്ടുള്ള ഏറ്റവും നല്ല ഒരു കാര്യം നമുക്ക്, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമുക്ക് പറയാം. വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ പോലെ അത്ര ഇമോഷണൽ ആയിട്ടുള്ള ഒരു രംഗം കാണിക്കാൻ മോഹൻലാലിന് വേറെ ഒന്നും വേണ്ട. വെള്ളത്തിലിരിക്കുന്ന ഒരു സീനുണ്ട്, ആ ഒരൊറ്റ സീൻ മതി എന്നാണ് പറയുന്നത്. അതായത് മകനെ നഷ്ടപ്പെട്ട അച്ഛൻ, കുടുംബം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, അങ്ങനെ എല്ലാത്തിലും ഒന്നുമല്ലാതാകുന്ന ഒരു മനുഷ്യൻ്റെ ആ ഒരു വേദന നിറഞ്ഞതിന് കൂടുതലൊന്നും അദ്ദേഹം ചെയ്യേണ്ടി വന്നില്ല. ആ ഒരു പുഴയിൽ വെറുതെ ഇരിക്കുന്ന ആ ഒരു സീൻ, അത് അദ്ദേഹത്തിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ, അത് മാത്രം മതി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഓരോ രംഗങ്ങളും ഇന്ന് ആളുകൾ ഇപ്പോൾ അമ്മാതിരി ഒരു ഇതായിട്ട് പറയുകയാണ്. അതായത് സിനിമ എല്ലാം കൊണ്ടും ആളുകളെ തൃപ്തിപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. ഈ ഒരു സിനിമ 5ഓളം ഭാഷകളിലെത്തുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഒരേ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പോവുകയാണ്. അത്രത്തോളം ഗംഭീരമായിരിക്കുന്നു ഈ ഒരു സിനിമ. ഒരുപക്ഷെ ഒരു 100 ദിവസം കൂടെ ഇവിടെ തിയേറ്ററിൽ നിറഞ്ഞോടേണ്ട ചിത്രമാണ്. ഇന്നും നമുക്ക് കാണാം, ലിമിറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്ലക്സുകളിൽ നിന്നും മാത്രം ആ ഒരു 68 ഷോകളോളം ട്രാക്ക് ചെയ്യുമ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വെള്ളിയാഴ്ച വന്ന്. ഇന്ന് 6-7 ലക്ഷം രൂപയോളം വരുമെന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് ഇതുവരെയുള്ള ഒക്യുപ്പൻസി പറയുന്നത് 22% എന്നുള്ളതാണ്. അതായത് ജയിച്ചിട്ടും കളി നിർത്താത്ത ടീം എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ. പ്രത്യേകിച്ച് മോഹൻലാൽ സിനിമകൾ ആളുകളെ തൃപ്തിപ്പെടുത്തുന്നത് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട, അവരിഷ്ടപ്പെടുന്ന മോഹൻലാലിനെ കിട്ടിയാൽ മതി. അതാണ് മലയാളികളും മോഹൻലാലും തമ്മിലുള്ള ആ ഒരു അടുപ്പം എന്ന് തന്നെ പറയാം. മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ, കുടുംബം നഷ്ടപ്പെട്ട ഒരു ഗ്രഹനാഥൻ, ജീവിതം നഷ്ടമായ ആ ഒരു മനുഷ്യൻ്റെ അവസ്ഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മോഹൻലാലിന് ഈ ഒരു ഇരിപ്പ് ധാരാളം മതി എന്നുള്ളതാണ്. അത് നമുക്ക് സിനിമ കാണുമ്പോൾ അതിനകത്ത് കല്ലിൻ്റെ പുറത്ത് അദ്ദേഹം ഇരിക്കുന്ന ഒരു സീനുണ്ട്. അത് കാണുമ്പോൾ നമുക്കറിയാം അത്രത്തോളം ഒരുപാട് വലിയ എക്സ്പ്രഷനൊന്നും വേണ്ട. എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ കൊതിക്കുന്ന ജീവിതമാണ് മോഹൻലാലിലൂടെ നമ്മൾ കാണുന്നത് എന്ന് പറയാം. അതായത് ഭദ്രപാളികളിൽ മോഹൻലാൽ എന്ന നടൻ ചെയ്യുന്നതെല്ലാം നമ്മളുടെ സ്വപ്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം മലയാളിക്ക് മോഹൻലാലുമായി ഇത്രയും അടുപ്പം. അതായത് വേറെ ഏത് നടനും എത്ര ഗംഭീരമായിട്ട് ഇതിന് മുകളിൽ പെർഫോം ചെയ്താലും ജനങ്ങൾ അത്ര ഗംഭീരമായി എടുക്കാറില്ല എന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും എല്ലാ മലയാളികളും ആ രീതിയിലേക്ക് എടുക്കാറില്ല. പക്ഷേ മോഹൻലാൽ ചെറിയതായി ചെയ്താൽ പോലും എല്ലാ മലയാളികളും അത്രത്തോളം തൃപ്തിപ്പെടും എന്നുള്ളതാണ്. ഇവിടെ ചെറുതായി ചെയ്തു എന്നും അദ്ദേഹത്തിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസും കണ്ണുകളുടെ ചലനങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അത്രയും മതി. അതായത് വെറൈറ്റി, വ്യത്യസ്തത പുലർത്തുന്ന ഒരു ജേണിയിലേക്ക് അദ്ദേഹം മാറുന്നു എന്നുള്ളതാണ്. നീണ്ട ഒരു കാലത്തിന് ശേഷം അദ്ദേഹത്തിൽ നിന്ന് മികച്ച സിനിമകൾ വരുമ്പോൾ അത് ആളുകളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. പിന്നീട് ഈ ഒരു സിനിമ കാണുമ്പോൾ ജനങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ചിന്ത, അതായത് അതും മറ്റൊരാൾ പറഞ്ഞിരിക്കുന്ന ഒരു കണക്കാണ്. അതായത് ഈ ഒരു സ്റ്റേഷൻ തൂക്ക് കാണാൻ വേണ്ടി മാത്രമാണ് രണ്ടാമതും തിയേറ്ററിലേക്ക് പോയത് എന്നുള്ളത്. അതായത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം ആളുകൾ ആഗ്രഹിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും റിയലിസ്റ്റിക് അല്ല എന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരനെ അല്ലെങ്കിൽ പോലീസിലുള്ള ഒരാളെ പോലും വെല്ലുവിളിക്കാൻ സാധാരണക്കാർക്ക് കഴിയില്ല. പക്ഷേ മോഹൻലാൽ ആ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ജനങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വികാരം തന്നെയാണ്. നമുക്കറിയാം, ഇങ്ങനെയാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വെറുതെ കയറിയാൽ പോലും അവിടെ ഒന്ന് ഇരിക്കാൻ പറഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാനും അകത്തെന്താണെന്ന് ചോദിക്കാനും കഴിയാത്ത ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. പക്ഷേ അവിടെ മോഹൻലാൽ സ്റ്റേഷനിൽ ചവിട്ടി മെതിക്കുമ്പോൾ അത് ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആവേശം തന്നെയാണ്. അതാണ് ഞാൻ പറയുന്നത്, സ്വപ്നങ്ങളിൽ ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളത്. എന്താണെങ്കിലും ഇവിടെ തുടരുമെന്ന ചിത്രം അതിഗംഭീരമായി OTT-യിലും തരംഗം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ OTT-യിൽ കണ്ടവരാണെങ്കിൽ ഒന്നും കൂടെ കമൻസിലൂടെ എന്ന് പറയാം. തിയേറ്ററിൽ പോയി കണ്ടിട്ട് വീണ്ടും OTT-യിൽ മൾട്ടിപ്പിൾ ടൈംസ് കാണുന്നവരാണെങ്കിൽ അതുമൊന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ദാറ്റ്സ് എല്ലാം.